ഇൻബോക്സിൽ എപ്പോഴും കിട്ടുന്ന ഒരു എൻക്വയറിയാണ്, വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു എൻക്വയറിയാണ് നമ്മുടെ ലെഹങ്ക കസ്റ്റമൈസേഷൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. നമുക്ക് മെയിൻലി നമ്മുടെ കസ്റ്റമൈസേഷൻ ബഡ്ജറ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് ചെയ്യുന്ന എംബ്രോയിഡറി വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എംബ്രോയിഡറി വർക്ക് കൂടുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒബ്വിയസ്ലി ബഡ്ജറ്റ് കൂടുന്നത്. സോ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റിൽ നമ്മൾ കൂടുതലും വർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ലെഹങ്കയിലാണെന്നുണ്ടെങ്കിൽ നെക്ക് ലൈനിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുക്കാറുണ്ട്, ആൻഡ് സ്ലീവെൻസിൽ ഒരു വർക്ക് കൊടുക്കാറുണ്ട്, പ്ലസ് സ്പ്രെഡിങ്സും കൂടി കൊടുക്കാറുണ്ട്, ആൻഡ് ചില ടൈമിൽ വേസ്റ്റ് ലൈനിലും കൂടി ഒരു വർക്ക് കൊടുക്കാറുണ്ട്, ആൻഡ് സ്കേർട്ട് പാർട്ട് വന്നിട്ട് പ്ലെയിൻ ഫാബ്രിക് ആയിരിക്കും നമ്മൾ എടുക്കുക. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ബഡ്ജറ്റിൽ തന്നെ നമ്മുടെ ക്ലയൻസ് നമ്മളോട് പറയുകയാണ് അവർക്കൊരു കുറച്ചും കൂടി ഹെവി ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് പറയുന്ന ക്ലയൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് റണ്ണിങ് ഫാബ്രിക്സ്. റണ്ണിങ് ഫാബ്രിക്സ് ആൻഡ് ഡയബിൾ ഫാബ്രിക്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ റണ്ണിങ് ഫാബ്രിക്കോ ഡയബിൾ ഫാബ്രിക്കിൽ ലക്നൗ ചിക്കൻകാരി ഫാബ്രിക്സ് അവൈലബിൾ ആണ്. സോ അത് ഡൈ ചെയ്ത് ടോപ്പ് പോർഷനിലും കൊടുക്കാം, ആൻഡ് ദെൻ സ്ലീവ്സിൽ ഒരു ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുക്കാം. സോ അതും നമുക്ക് ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു, നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്.